ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ, നിങ്ങൾ സംസാരിക്കേ, ഞാനിപ്പോ വരാം. അമ്മ അറിയാതെ ഞാൻ ഇയാളെ വിവാഹം കഴിച്ചതിന്റെ ദേഷ്യം ഇപ്പോഴും അമ്മയ്ക്കുണ്ട്. നരേന്ദ്രേട്ടൻ അമ്മയോടൊന്ന് സംസാരിച്ച് അതൊന്ന് ശരിയാക്കി തരണം. ശരിയാക്കാം, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കിയിട്ടേ ഞാൻ പോവും. എന്താ അർജുന്റെ ഭാര്യയുടെ പേര്? എന്താ പേരില്ലേ? ഐശ്വര്യലക്ഷ്മി എന്നാ. ഓ, ഏട്ടനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അതിന്റെ ഒരു പ്രശ്നം പുള്ളിക്കാരിക്ക്. ഐശ്വര്യ, ഇതാണ് നരേന്ദ്രേട്ടൻ. ഹായ്. ഹായ്. സ്വന്തം ഏട്ടനേട്ടാ ഞാൻ കാണുന്നേ. ആ, താനും അങ്ങനെ തന്നെ കണ്ടാ മതി. പിന്നെന്താ? ഐശ്വര്യയുടെ അച്ഛനും അമ്മയൊക്കെ? അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ കുഞ്ഞിലെ മരിച്ചു. ഓർഫനേജിലാ വളർന്നതൊക്കെ. ഓ, അങ്ങനെയാണോ? ഓഫീസിൽ നിന്നാ. ഒരു മിനിറ്റ്. ഹലോ. സുഖാണോ ഇവിടെ? നരേന്ദ്രേട്ടാ, ഇവിടെ ആരോടും എന്നെ കുറിച്ച് പറയരുത് പ്ലീസ്. ഞാൻ ആരാണെന്നും എന്താണെന്നും ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. എന്റെ അറിവിലെ ശിവദാസനും സീതയും ചത്തിട്ടില്ല. പിന്നെ കല്യാണി എന്നൊരു കൂടെ പിറപ്പ് നിനക്കുണ്ട്. ആ, നീ എങ്ങനെയാടി അനാഥയാവുന്ന? അച്ഛനും അമ്മയും അനിയത്തിയൊക്കെയുള്ള അനാഥയോ? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എന്നാലും നിന്നെ സമ്മതിച്ചു. രമ ചേച്ചിയെയും ഈ വീട്ടിലുള്ളവരൊക്കെ പറ്റിച്ച് നീ ഇതിനകത്ത് കയറി കൂടിയല്ലോ. ചുരുക്കി പറഞ്ഞ ഇപ്പൊ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ ഇവിടെ വന്നാ മതിയല്ലോ. പറയട്ടെ ഞാൻ നിന്റെ ചരിത്രമൊക്കെ? അയ്യോ നരേന്ദ്രേട്ടാ, ചതിക്കരുത്. ഒരു വിധത്തിലാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്ന. ഞാൻ ആരാണെന്ന് അറിഞ്ഞ പിന്നെ അതോടെ എല്ലാം തീരും. ആ തിരിച്ചറിവ് നിനക്കുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നീ അർജുന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞു. അതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അനുസരിക്കേണ്ടത് എന്നെയാ. ഞാൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. നിന്നോട് വിശദമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. അതെ, ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച്. ഞാനേ സൗകര്യം പോലെ വന്ന് കണ്ടോളാം. നിന്റെ സൗകര്യത്തിനല്ല, എന്റെ സൗകര്യത്തിന്.